എവരിവൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പേർപ്പസ് ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മുടെ ഈ ചാനലിൽ ഞാൻ എലിറ്റ് വേ ബേസ് വീഡിയോസാണ് എപ്പോഴും ഷെയർ ചെയ്യാറുള്ളൂ. മോസ്റ്റ്ലി നമ്മൾ ലേണിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ലേൺ ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ ഒരു മോട്ടീവ്. ഓക്കെ, സോ നിഫ്റ്റിയുടെ അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് കിടക്കുന്ന മുന്നേ എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം കമൻസും ചെയ്യണം. അപ്പോഴേ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ പിന്നെ ഓരോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ കുറച്ചുകൂടി മോട്ടിവേഷൻ കിട്ടണം, അപ്പോഴേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഡെയിലി. അല്ലെങ്കിൽ ഞാൻ പിന്നെ എലിറ്റ് വേവ്, ഐ തിങ്ക് വ്യൂസ് കുറവാ. ഇനി എലിറ്റ് വേവ് തിയറി ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ. ഇത്ര ലോങ് വീഡിയോ പിന്നെ ഉണ്ടാക്കാൻ നിർത്തും. അപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും ഞാൻ ഷോർട്ട് അനാലിസിസ് ചെയ്യാം, അധികം കൂടുതൽ അനാലിസിസ് ചെയ്യണില്ല. ഞാൻ ഇന്നലെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല, ബട്ട് ഇന്ന് റീൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഈ ഒരു ഗ്രീൻ ഏരിയ ഫുൾ റെസിസ്റ്റൻസ് സോണാണ്. കാലത്തെ ഇന്ന് മോർണിംഗ് ഒന്ന് നോക്കുവാണെങ്കിൽ റീലിൽ ഉണ്ടാക്കുന്ന മുന്നേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ലൈവിലാണ് പറഞ്ഞത്. സോ എക്സാക്റ്റ് അവിടെ പോയി, അവിടെ റിജക്ഷൻ എടുത്തു, പിന്നെ ബുക്കിംഗ്, എന്തിനും വീണ്ടും. സോ ഈ ഒരു ഫുൾ കോഷൻ സോണാണ്, ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ഓക്കെ, അപ്കമിങ് ടൈമിൽ ഇത് വീണ്ടും കുറച്ചുകൂടി റെസിസ്റ്റൻസ് സോണാണ്. ഫെർദർ അപ്കമിങ് ടൈമിൽ മാർക്കറ്റ് സ്ലോ അപ്പ് മൂവ് ആയിരിക്കുള്ളൂ. ബട്ട് ഓവറോൾ 1 ഡിഗ്രി ഇവിടെ കംപ്ലീറ്റ് ആകാൻ പോവുക. ഓക്കെ, 1 ഡിഗ്രി കംപ്ലീറ്റ് കോഷൻ സോണാണ്. സോ അവിടെ തന്നെ ബുക്കിംഗ് വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി ശ്രദ്ധിക്കുക, നല്ലൊരു ഫോൾ വരും അപ്കമിങ് ടൈമിൽ. ബട്ട് അത് ഇപ്പോഴല്ല, അപ്കമിങ് 1 hour or 1 day അനാലിസിസ് ആണ് അത്. ഇവിടെ ഇതുവരെ ഒരു റിജക്ഷൻ സോൺ കാണുന്നില്ല എനിക്ക്. ഓക്കെ, ഇതുവരെ ഇതിനകത്ത് റിജക്ഷൻ സോൺ കാണുന്നില്ല. സോ അത് വരുമ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഒന്നുമില്ല, വരുമ്പോൾ നമുക്ക് നോക്കാം. ബട്ട് ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ആസ് പെർ ഇൻട്രാഡേ പർപ്പസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ബുൾഷ് തന്നെയാണ്, വീക്ക്നെസ് ഒന്നും ഇല്ല. ഓക്കെ, വേഗം നമ്മൾ സ്മോൾ ടൈം ഫ്രെയിം അനാലിസിസ് കാണാം. ബാക്കി ലെവൽസൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിയറിഷ്നെസ് ഇപ്പോൾ ഇല്ല, വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സോ ആരും ഈ കണ്ണടച്ചിട്ട് ഷോർട്ട് ചെയ്യാൻ നിൽക്കേണ്ട. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ നിഫ്റ്റി ഇതിങ്ങനെ ടൈപ്പ് ഓഫ് ഈ ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ വീക്ക്നെസ് ഇത് നിയർ സപ്പോർട്ടാണ് 24,440. ഇത് സപ്പോർട്ട് സോണാണ് നാളത്തേക്ക്. ഓക്കെ, ആൻഡ് പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ഒരു ഏരിയ 25,300. ഓക്കെ, റെസിസ്റ്റൻസ് ഇന്നത്തെ ഡേ ഹൈ തന്നെ റെസിസ്റ്റൻസ് ആണ്. നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്ലാറ്റ് ചെയ്തതിൻ്റെ അകത്ത് തന്നെ എവിടെയെങ്കിലും ഓപ്പിംഗ് ആണ്. ഓക്കെ, ഈ ഒരു ഏരിയ തന്നെ റെസിസ്റ്റൻസ് സോണാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ, റെസിസ്റ്റൻസ് നമ്മൾ നോക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിബ് എക്സ്റ്റൻഷൻ എടുക്കാം. ആൻഡ് ദെൻ ഈ ഒരു ലെഗ്, പേഴ്സണൽ ഒരു ലെഗ് മാത്രമേ എടുക്കാം. കണ്ടോ, ഈ ലെവൽസ് നമ്മുടെ എക്സാക്ട്ലി നമുക്ക് കിട്ടി. ഓക്കെ, 665 നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റിൽ ബുള്ളിഷ്നെസ് ആണ്. മാർക്കറ്റിൽ ബുള്ളിഷ് സ്കാൽപ്പ് തന്നെ ചെയ്യാവുള്ളൂ. എന്തായാലും ബുള്ളിഷോ ഓർ ബിയറിഷോ ഏത് വേണമെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാം, ബട്ട് സ്കാൽപ്പ് ചെയ്യാവുള്ളൂ. അതാണ് എൻ്റെ സജഷൻ. കാരണം ഇപ്പോൾ തന്നെ ഹ്യൂജ് ബുള്ളിഷ്നെസ് ഇപ്പോൾ കിട്ടാൻ പോകണില്ല. മാർക്കറ്റ് ഇവിടെ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്യണം, എന്നിട്ടേ നമുക്ക് കൺഫർമേഷൻ കിട്ടുള്ളൂ ഫോർ ദ ഡൗൺ സൈഡിന്. അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റിന് ഒരു റേഞ്ചിൽ സ്റ്റക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽസ് ആൻഡ് ഇതൊരു ലെവൽസ്. ആൻഡ് പിന്നെ ഇനി താഴേക്ക് പിന്നെ ഇൻ കേസ് ചാനൽ ബ്രേക്ക് ആയാൽ നമുക്ക് ഇത് ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് പിന്മാറും. ഓക്കെ, ഇനി നോക്കാനുള്ളത് എന്താണ്? ഇനി ആസ് ഫോർ റിലേറ്റ് ഫീ നമ്മൾ നോക്കാനുള്ളത്, മുകളിൽ നിന്ന് എപ്പോഴും റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ താഴേക്ക് ABC നോക്കണം. 1 minute ടൈം ഫ്രെയിം ഓർ 5 minutes ടൈം ഫ്രെയിമിൽ 1 minute or 5 minutes ടൈം ഫ്രെയിമിൽ താഴേക്ക് ABC ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി ആസ് പെർ ദിസ് ചാനൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യണമല്ലോ നമ്മൾ 1 2 3 4 5 ഓൺ ഗോയിങ് ആണ് 5. ഓക്കെ, തീരെ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ദറ്റ് മീൻസ് ഇന്നത്തെ ഒരു സപ്പോർട്ട് സോൺ വെച്ച് 1 2 3 ഓൺ ഗോയിങ് ആണ്. 4 ചിലപ്പോൾ താഴേക്ക് വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റി ഞാൻ അനാലിസിസ് ഇപ്പോൾ ഇനി വലിയൊരു അനാലിസിസ് ഞാൻ തരുന്നില്ല, സ്മോൾ അനാലിസിസ് ഞാൻ തരത്തുള്ളൂ. ഇനി എന്നുവെച്ചാൽ വലിയ വീഡിയോസ് ആകുമ്പോൾ വിചാരിച്ചെങ്കിൽ ആളുകൾക്ക് മടിയാണ് വീഡിയോ നോക്കാനൊക്കെ, അതുകൊണ്ടാണ് വ്യൂസൊക്കെ വളരെ കുറവാണ്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ചെറിയ അനാലിസിസ് ഞാൻ ഷെയർ ചെയ്യുള്ളൂ ഇനി മുതൽ. ഓക്കെ, എല്ലാവരും പ്ലീസ് കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് സപ്പോർട്ട് ഇത് തന്നെയാണ് സപ്പോർട്ട് സോൺ. ഇതിന് ബിലോ തന്നെയാണ് ബിയറിഷൻ ആവുള്ളൂ.
ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ലാസ്റ്റ് 2 ഡേയ്സ് മുന്നേ തന്നെ വീഡിയോ ഉണ്ടാക്കുന്നത്. അതിന് തമ്പനെയിൽ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും, ബാങ്ക് നിഫ്റ്റി പറക്കാൻ പോകുക, ബാങ്ക് നിഫ്റ്റി ആയിരിക്കും കൂടുതൽ മൂവ് തരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ 2 ദിവസം മുന്നേ. ആൻഡ് ദെൻ അവിടുന്ന് അറൗണ്ട് നല്ല ഒരു റേലി തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. ആ ഒരു സമയത്ത് ഈ ഒരു റേഞ്ച് എവിടെയെങ്കിലും ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അവിടെ നിന്ന് അറൗണ്ട് 1000 പോയിൻറ്റ്സിൻ്റെ റേലിയാണ് ബാങ്ക് നിഫ്റ്റി തന്നിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഫർദർ ഉണ്ട്, ബട്ട് ബാങ്ക് നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എൻഡിങ് നല്ല പാറ്റേൺ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഫുള്ളാണ് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി കോഷൻ വരുന്നുണ്ട്, മൂവ് ഇനിയുണ്ട്, മൂവ് ഫർദർ ഇനിയുണ്ട്. മേ ബി ചിലപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തരും, ഫേക്ക് ബ്രേക്ക് ഔട്ടൊക്കെ തരും, ബട്ട് മൂവ് ഫർദർ ഇനി മൂവ് ഉണ്ട്. സോ കണ്ണടച്ചാരും പി ഒന്നും എടുക്കല്ലേ, കോഷനാണ് ഞാൻ പറയണത്. കോഷൻ്റെ അർത്ഥം ആൻഡ് മറ്റേതിൻ്റെ ഫോളിൻ്റെ അർത്ഥം വേറെ വേറെയാണ്. കോഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് മീ വി ആർ ഗോയിങ് ടു റെസിസ്റ്റൻസ് സോൺ, സൈഡ് മാർക്കറ്റ് സൈഡ് വേസ് ആകാൻ പോവുക, സ്കാൽപ്പൊക്കെ തരും, ഹ്യൂജ് മൂവ് ഒന്നും തരാൻ പോണില്ല, അതാണ് അതിൻ്റെ ഒരു അർത്ഥം. ആൻഡ് ഇനി ഫർദർ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കുള്ളൂ. 100% പെർഫെക്റ്റ് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ്, നെക്സ്റ്റ് റെസിസ്റ്റൻസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് 57,800 ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെഗ് നമ്മൾ കറക്റ്റ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി നമ്മുടെ റെസിസ്റ്റൻസൊക്കെ സിങ്ക് ആവും. കണ്ടോ, എല്ലാം കൂടി സിങ്ക് ആവും. കണ്ടോ, പെർഫെക്റ്റാണ് സിങ്ക് ആവുന്നത് എല്ലാം കൂടി. ഓക്കെ, ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ഓൾറെഡി ഇതിൻ്റെ ബിലോ പോയാൽ ഫർദർ ഡൗൺ സൈഡ് കിട്ടും. ഇന്നത്തെ ഹൈ എന്തായാലും റെസിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, ഇത് ഹൈ റെസിസ്റ്റൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ വേഗം സെൻസെക്സിൽ പോകാം. ഇത് കണ്ടോ, ചാനലിൻ്റെ ബ്രേക്ക് ഔട്ടായി. യെസ്, ചാനലിൻ്റെ ബ്രേക്ക് ഔട്ടായി ആൻഡ് ഫർദർ അപ്പ് സൈഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി താഴത്തെ ലെവൽസ് നമ്മൾ ആവശ്യമില്ല. നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ലോ ബ്രേക്ക് ആയാൽ മാത്രമേ ഇത് സപ്പോർട്ടാണ്, ഈ ലോ ബ്രേക്ക് ആയാൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡാണ്. നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇതാണ് നിയറസ്റ്റ് സപ്പോർട്ട്, ഈ ഒരു ഹൈ. റെസിസ്റ്റൻസ് ഇന്നത്തെ ഹൈ തന്നെ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ പെർഫെക്റ്റ്. കാരണം വെച്ചാൽ അവിടെ നിന്ന് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് അതിൻ്റെ ഒരു റിജക്ഷൻ പോയിൻറ്റ്. LED തിയറി എങ്ങനെയാണ്, നിങ്ങൾക്ക് അതിനോട് എന്തെങ്കിലും ഗുണമുണ്ടോ, എന്തെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടോ, നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടോ ഇല്ല, അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഓരോരോ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് ചെയ്യാം. അപ്പോഴാണ് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, എല്ലാവരും കൂടി പ്ലീസ് എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും എന്തായാലും തരണം. എലിറ്റ് വേവ് തിയറിയുടെ ബേസിൽ നിങ്ങൾ ഇതുവരെ ഒരു ഡൗട്ട് ആരും ചോദിക്കുക, 2-3 പേരും ചോദിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഒന്നും ചോദിക്കുന്നില്ല. പ്ലീസ് എല്ലാവരും കൂടി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പൊട്ടത്തരനൊക്കെ ഉണ്ടാകും, എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാനും ആ ഒരു അതൊക്കെ എല്ലാം പഠിച്ചിട്ടാണ് വന്നത്. സോ നിങ്ങൾക്കും അത് ചോദിക്കാം, ഒരു നാണക്കേട് ഒരു ഷെയിംനെസ് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും കൂടി മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ എന്ത് ഡൗട്ട് വന്നാലും അത് ചോദിക്കാം. നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുക അത് സോൾവ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളത് ഞാൻ എന്തെങ്കിലും ഒരു കമൻറ്റ് റിപ്ലൈ തീർച്ചയായിട്ടും ഞാൻ തരുമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ സപ്പോർട്ട് ഇതാണ്, ഇത് റെസിസ്റ്റൻസ് ലൈനാണ്, ഇത് കണ്ടോ. സോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ ഫർദർ നമുക്ക് ഫോൾ കിട്ടുകയുള്ളൂ ഇതിനകത്ത്. ഓക്കെ, ഇതിൻ്റെ ഫർദർ ലെവൽസ് നമുക്ക് നോക്കാനാണെങ്കിൽ ഈ ഒരു ലേറ്റസ്റ്റ് ലെഗ് ഇങ്ങനെ പിടിക്കാം. യെസ്, ഇത് ഫ്രം ഹിയർ ടു താഴ്ന്ന് മുകളിലേക്ക്. ഓക്കെ, നമ്മൾ എക്സാക്ട്ലി നമ്മൾ പിടിച്ചാൽ നമുക്ക് ഫർദർ അപ്സൈഡ് റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, 84,300 നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ചെറിയ ചെറിയ റെസിസ്റ്റൻസ് ഇതൊക്കെ ഉണ്ടാകും, അതുകൂടി ശ്രദ്ധിക്കണം. ഇവിടെ ടൈപ്പ് ഓഫ് എൻഡിനൽ പോർട്ടൻ ഫോം സ്മോൾ ടൈം ഫ്രെയിമിൽ ഐ തിങ്ക് ഫോം ചെയ്യാനുള്ള ഒരു ഇതിലാണ് കണ്ട. സോ ഇത് വരച്ച് വെക്കണം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, വരച്ച് വെക്കുക. ഇൻറ്റർണൽ മൂവ്സ് എപ്പോഴും നമ്മൾ കൗണ്ട് ചെയ്യുക. ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ആയത്. 1 2 3 സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. സോ കംപ്ലീറ്റഡ് ആയിട്ടില്ല. 3 4 and 5 ഇനി കിടക്കുന്ന ഇൻറ്റേർണൽ മൂവ്സ്. സോ ഇത് അൺകംപ്ലീറ്റഡ് ആണ് എന്ന് പറയാം. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് എക്സാക്ട്ലി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതാണ്, ഒന്നും ഇതിലില്ല. ഞാൻ അന്നേ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് എക്സാക്ട്ലി ഇതിൻ്റെ നമ്മളിത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീഡിയോയുടെ എൻ്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അബവ് മിഡ് ക്യാപ് നിഫ്റ്റി പോയാൽ
മിഡ് ക്യാപ് നിഫ്റ്റി ബുള്ളിഷ് ആയി. കാരണം വെച്ചാൽ ആ 0 to B ട്രെൻഡ് ലൈനാണ്. അതെപ്പോഴും ഏത് ടൈം ഫ്രെയിമിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാൽ പ്രോപ്പർലി നമ്മുടെ ഇത് ചേഞ്ച് ആകും, നമ്മുടെ വ്യൂ ചേഞ്ച് ആകും. പിന്നെ ദാറ്റ് മീൻസ് ട്രെൻഡ് മാറും. അതൊരു ലോജിക്കാണ്. അതാണ് അങ്ങനെ മാർക്കറ്റ് പോകാറുള്ളൂ. ഓക്കെ, സോ സപ്പോർട്ട് ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട്. ഈ നെക്സ്റ്റ് ഓക്കെ, അപ്പോൾ സോ ദാറ്റ് മീൻസ് ഇതിപ്പോൾ ബുള്ളിഷ് ട്രെൻഡിലായി. സോ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഇനി ഇവിടുന്ന് കൗണ്ടിങ് തുടങ്ങണം. ഇവിടുന്ന് ഓക്കെ, ഇത് 1 2 3 ഫുൾ 3 ഓൺ ഗോയിങ് ആണ്. ഇതിനകത്ത് 3 ഓൺ ഗോയിങ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ട്രെൻഡ് ലൈൻ വർക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെൻഡ് ലൈൻ വർക്ക് ആവുള്ളൂ. ഇതിൻ്റെ ഈ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ മാത്രമേ നമുക്ക് ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതായി. ഓക്കെ, ഈ ഗ്യാപ്പ് സപ്പോർട്ടായിരിക്കുള്ളൂ, ഐ തിങ്ക് സോ. ഓക്കെ, ഈ ഗ്യാപ്പ് സപ്പോർട്ടാണ്. ഇതിൻ്റെ താഴത്തിൽ നമുക്ക് ആവശ്യം വരുന്ന റെസിസ്റ്റൻസ് ആണ് ഫേസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടിന്, ആൻഡ് ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ്. യെസ്, ഓക്കെ, സോ റെസിസ്റ്റൻസ് സോണിലേക്ക് കിടക്കുവാണ്. ഇൻറ്റർണൽ സ്ട്രക്ചർ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ ഇവിടുന്ന് ഇവിടെ വരെ റെസിസ്റ്റൻസ് നമ്മുടെ ഫിബനാച്ചി ഇട്ടാലേ നമുക്ക് എക്സാക്ട്ലി ഫോർ ദ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കണ്ടോ, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് സോൺ 161.80%. ദാറ്റ് മീൻസ് അത് റെസിസ്റ്റൻസ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. വീക്ക്നെസ് ആയിക്കൊണ്ട് ഡിപ്പ് തരാനുള്ള ചാൻസസ് ഉണ്ടാകും ഇതിനകത്ത്. ഓക്കെ, വേറെ ഇതിനകത്ത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സോ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു.